നമസ്കാരം 140 ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നവകേരള സദസ്സ് മർദ്ദന കേസിൽ പുനരന്വേഷണം. കോഴിക്കോട് പൂവാറൻതോട് റിസോർട്ടിലെ ജീവനക്കാരനെ വനത്തിൽ കാണാതായി, തിരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്കജ്വര മരണം. 10 വർഷത്തിനു ശേഷം സെക്രട്ടേറിയറ്റിന്റെ സമരകവാടം തുറന്നു. യുവതി വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ. നവകേരള സദസ്സ് മർദ്ദന കേസിൽ പുനരന്വേഷണം. പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് വിവാദമായ നവകേരള സദസ്സിനിടെ ആലപ്പുഴയിൽ വെച്ച് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ വളഞ്ഞിട്ട് ആക്രമിച്ച സംഭവത്തിൽ പുനരന്വേഷണത്തിന് ഉത്തരവിട്ട് പുതിയ UDF സർക്കാർ. പ്രമുഖ പോലീസ് ഉദ്യോഗസ്ഥനായ SP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള 5-അംഗ പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് പുനരന്വേഷിക്കുക. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. കോഴിക്കോട് പൂവാറൻതോട് റിസോർട്ടിലെ ജീവനക്കാരനെ വനത്തിൽ കാണാതായി, തിരച്ചിൽ തുടരുന്നു. ഊട്ടി കോത്തേരി സ്വദേശിയായ 33 വയസ്സുകാരൻ സതീഷിനെയാണ് കാണാതായത്. ഇയാൾ 17-ാം തീയതി രാവിലെ തമ്പുരാൻകൊല്ലി പ്രദേശത്ത് നിന്ന് വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചതായാണ് വിവരം. പിന്നെ അദ്ദേഹം തിരിച്ചെത്തിയിട്ടില്ലെന്നാണ് അറിയുന്നത്. ഇതോടെ റിസോർട്ട് അധികൃതരും നാട്ടുകാരും ചേർന്ന് അന്വേഷണം ആരംഭിച്ചു. സംഭവത്തെ തുടർന്ന് ഇന്ന് രാവിലെ മുതൽ പോലീസും വനപാലകരും വനമേഖലയിൽ വ്യാപകമായ തിരച്ചിൽ നടത്തി വരികയാണ്. നാട്ടുകാരും തിരച്ചിൽ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സതീഷിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായാൽ ഉടൻ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്കജ്വര മരണം. കോതമംഗലം നെല്ലിക്കുഴി സ്വദേശി ഏലിയാമ്മ ഔസേപ്പാണ് മരിച്ചത്. കഴിഞ്ഞ 15-നാണ് ഏലിയാമ്മ മരിച്ചത്. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് മസ്തിഷ്കജ്വരം ബാധിച്ചാണ് മരണമെന്ന് സ്ഥിരീകരിച്ചത്. ഏലിയാമ്മയ്ക്ക് എങ്ങനെയാണ് മസ്തിഷ്കജ്വരം ബാധിച്ചതെന്ന് പരിശോധിക്കുകയാണ്. തൊഴിലുറപ്പ് പദ്ധതിയുടെ ജോലിക്കായി പോകുന്ന ആളായിരുന്നു. കനാലിലോ മറ്റ് മലിനജലത്തിലോ കുളിച്ചിട്ടുണ്ടോ എന്നുൾപ്പെടെയാണ് പരിശോധിക്കുന്നത്. 10 വർഷത്തിനു ശേഷം സെക്രട്ടേറിയറ്റിന്റെ സമരകവാടം തുറന്നു. കേരള ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ കഴിഞ്ഞ 10 വർഷമായി ഏർപ്പെടുത്തിയിരുന്ന കർശന നിയന്ത്രണങ്ങൾക്ക് അയവ് വരുത്തിക്കൊണ്ട് നോർത്ത് ബ്ലോക്കിലേക്കുള്ള സമരകവാടം എന്നറിയപ്പെടുന്ന പ്രധാന കവാടം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ഗേറ്റിന് മുന്നിൽ സ്ഥിരമായി സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡുകൾ പൂർണ്ണമായും ഒരു വശത്തേക്ക് മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അധികാരമേറ്റയുടൻ സെക്രട്ടേറിയറ്റിലെ അനാവശ്യ നിയന്ത്രണങ്ങൾ എടുത്തുകളയുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനു തൊട്ടു പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ കർശന നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ സമരഗേറ്റ് തുറക്കാൻ നടപടിയുണ്ടായത്. യുവതി വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ. ആൽബി ഉഷാകുമാരി ദമ്പതികളുടെ മകൾ പൂവച്ചൽ സ്വദേശിനി റോഷ ആൽബിയാണ് മരിച്ചത്. പത്തനംതിട്ട റാന്നി സ്വദേശി ജോമോനാണ് ഭർത്താവ്. മുറിയിൽ നിന്നും പുറത്തു വരാത്തതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. കാട്ടാക്കട പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി.